Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. ക്ഷമിക്കണം, ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ ചെറിയൊരു തിരക്കിൽ പെട്ട കാരണം കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മുടെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, സമയം ശരിയാവാത്ത കാരണം കൊണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഒരു ദിവസം സ്കിപ്പായതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് നിഫ്റ്റിയോട്ട് വരാം. നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പ് പിന്നെ ഒരു സ്റ്റോക്ക് നമുക്ക് നാളത്തേക്ക് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് വളരെ വോളറ്റൈൽ ആയിരുന്നു. നമുക്ക് അതിൻ്റെ ചാർട്ട് നോക്കിയാൽ തന്നെ അറിയാം. ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും ഇന്ന് നിഫ്റ്റി മൂവ് ചെയ്തെന്നുള്ളത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത് 9:15. ഓക്കെ, ഏകദേശം നിഫ്റ്റി ഓപ്പൺ ആയത് ഈ റേഞ്ചിലാണ്. അതിന് ശേഷം ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് തന്നു, മേലോട്ടൊരു പെട്ടെന്നൊരു മൂവ്മെൻറ്റ് തന്നു. അതുപോലെ തന്നെ വളരെ രീതിയിൽ താഴത്തോട്ട് വന്നു. പിന്നെ ഇവിടുന്ന് റിക്കവറി നോക്കിയെങ്കിലും സസ്റ്റെയിൻ ചെയ്തില്ല, താഴത്തോട്ട് വന്നു. പക്ഷെ ഇവിടുന്ന് നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി. പിന്നെ ഒരു കൺസോൾട്ടേഷൻ നടന്ന് പിന്നെ നല്ല രീതിയിൽ താഴത്തോട്ട് പോയി. ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അവിടെ നിന്ന് തന്നെ നല്ല രീതിയിലാണ് നിഫ്റ്റി മൂവ് ചെയ്ത് ഏകദേശം നമുക്ക് ഓപ്പൺ ചെയ്ത ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് ഇന്ന് ക്ലോസിങ് കിട്ടിയത്. വളരെ വോളറ്റൈൽ, ചിലപ്പോൾ ഇന്നൊരു എക്സ്പയറി ആയിരുന്നു നിഫ്റ്റിയുടെ, ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റാലിറ്റി ആവാനാണ് സാധ്യത. നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു ഡോജി ക്യാനിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റേഞ്ച് സപ്പോർട്ട് എടുക്കുന്നുള്ളത്. കാരണം ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ബ്ലാക്ക് ലൈൻ 25,675 എന്നുള്ള റേഞ്ച് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അന്നത്തെ ദിവസം തന്നെ ഒരു മേലോട്ട് പോയി. അതിനുശേഷം കണ്ടോ നല്ല സെല്ലിങ് വന്ന് ഏകദേശം ഈ റേഞ്ചിനും അടുത്തിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പതുക്കെ മേലോട്ട് കയറുന്ന പോലെ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം അതിൻ്റെ ഓൾ ടൈം ഹൈ ആണ് ഇപ്പോൾ ഈ ഒരു റേഞ്ച് എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓൾ ടൈം ഹൈ ഒരു 1% അടുത്ത്, ഒരു 1.5% അടുത്തേ ഉള്ളൂ ഇപ്പോൾ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞത് നിഫ്റ്റിയിലെ. ഓക്കെ, പക്ഷെ നമ്മൾ 26,000 എബോ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നു വിചാരിച്ചു. എനിക്ക് തോന്നുന്നു 26,000 നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിഫ്റ്റീനെ അവർ മാക്സിമം 26,000 ഉള്ളിൽ ക്ലോസ് ചെയ്യിപ്പിച്ചത് തോന്നുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് നമ്മൾ അന്ന് വരഞ്ഞു വെച്ചതാണ് കഴിഞ്ഞ ദിവസം. ഏകദേശം അതുപോലെ തന്നെയാണ് സ്മോൾ ക്യാപ്പ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ വരഞ്ഞ അതേ റേഞ്ച് പോലെ തന്നെയാണ് ഇവിടുന്നൊക്കെ നല്ല രീതിയിൽ മേലോട്ട് പോയി. അതിനുശേഷം ഈ റേഞ്ച് ചെറുതായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പതുക്കെ മേലോട്ട് കയറുന്നുണ്ട്. ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് 18,550 ആ റേഞ്ച്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റ് കാണാവുന്നതാണ്. പൊതുവെ ഇപ്പോൾ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കാണുന്നത്. ബാക്കി ഇപ്പോൾ മിഡ് ക്യാപ്പും നിഫ്റ്റി അതുപോലെ ബാങ്ക് നിഫ്റ്റി ഒക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ PSU ബാങ്കുകൾ, മെറ്റൽ സെക്ടർ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. മെറ്റൽ സെക്ടറിലൊക്കെ നമുക്ക് നല്ലൊരു ബ്രേക്കൗട്ട് നടന്നുണ്ട്. അപ്പോൾ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കുകളുടെ പരം മെറ്റൽ സ്റ്റോക്സിൻ്റെ ETF ലഭ്യമാണ്. അപ്പോൾ നമുക്ക് മെറ്റൽ സ്റ്റോക്കിൻ്റെ ETF വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ്. ഓക്കെ, നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. അധികം സ്റ്റോക്കുകളില്ല. SBI ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് സ്റ്റോക്കിൻ്റെ പേര്. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചാണ്. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റേഞ്ച് നമുക്ക് ഒരു 2 തവണ 2 അല്ല 3 തവണ നമുക്കൊരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈ റേഞ്ചിൽ നിന്ന് ആദ്യം തന്നെ ഒരു റിജക്ഷൻ വന്നു. അതിനുശേഷം വീണ്ടും ആ റേഞ്ചിലോട്ട് വന്നു, റിജക്ഷൻ വന്നു. അതിനുശേഷം നല്ല ഒരുപാട് നാളത്തെ കൺസോൾട്ടേഷനും താഴത്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് ശേഷം വീണ്ടും ഇവിടെ വന്നു. അതേ റേഞ്ചിൽ തന്നെ ഒരു റിജക്ഷൻ, വീണ്ടും റിജക്ഷൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു വോളിയത്തോടുള്ള ബ്രേക്ക് ഔട്ട്. കൂടാണ്ട് അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കിട്ടുകയാണെങ്കിൽ എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാനിവിടെ ലൈന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 1877 സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഒരു 3% സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. നമുക്ക് അപ്പോൾ ഒരു 6% ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു 2056 എന്നുള്ള റേഞ്ച് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്കൊരു ടാർഗറ്റ് നമുക്ക് നോക്കാവുന്നതാണ്. 2056 യെസ്, 2056 നമുക്ക് ഇതിലേക്കൊരു ടാർഗറ്റ് നോക്കിയിട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. ഇതേ റേഞ്ചിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡിന് ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഒരു ഡോജി ക്യാനിലോ ചെറിയൊരു ക്യാനിലൊക്കെ ചിലപ്പോൾ 1-2 ക്യാനിൽ ഇങ്ങനെ വന്നിട്ട്
ഒരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടും. കുറച്ചുകൂടി താഴ്ന്ന് കിട്ടുകയാണെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. പിന്നെ കൂടാണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടിയാണ് അല്ല ഇങ്ങനെ നമ്മൾ വരഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ റേഞ്ച് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി ആയിരിക്കും നമുക്ക് നാളെ കിട്ടുന്നത്. അതെല്ലാം ഒന്ന് താഴത്തോട്ട് വരികയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു പുൾ ബാക്ക് തരുമ്പോൾ നമുക്ക് അങ്ങനെയും ഒരു എൻട്രി എടുക്കും. പുൾ ബാക്ക് വരിക മിക്കവാറും ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും. ഈ ഒരു ബ്ലാക്ക് ലൈൻ കണ്ടില്ലേ, മിക്കവാറും ഈ റേഞ്ച് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യണമെന്നില്ല. ചില സമയങ്ങളിൽ ഇത് ബ്രേക്ക് താഴത്തോട്ട് പോയിട്ടായിരിക്കും മേലോട്ട് കയറുക. ചിലപ്പോൾ ഇത് ടച്ച് ചെയ്യാണ്ട് തന്നെ പകുതിക്ക് തന്നെ അങ്ങനെ റിവേഴ്സിലാവും. അതൊക്കെ നമ്മൾ ടെക്നിക്കൽ അനലൈസ് വെച്ചിട്ട് ക്യാൻഡിൽസിൻ്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ അറിയാത്തവർക്ക് പറ്റില്ല. അങ്ങനെ വേണം എൻട്രി എടുക്കാൻ. പിന്നെ അതല്ല നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി ആയിട്ടുണ്ടെങ്കിൽ ഞാനത് പറയുന്നതാണ്. നമ്മൾ പറയുന്നതൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോസ്. നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, അത് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ എപ്പോഴും പറയുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എൻട്രി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ അറിയാത്തവർക്ക് മാത്രം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം. അവിടെ നമ്മൾ നല്ല ചാർട്ടുകളൊക്കെ അതിലും ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക്